തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. അമ്പലത്തിൽ നിന്ന് വന്ന് നന്ദുവിനെയും കൂട്ടി ഞങ്ങൾ സ്നേഹതീരത്തേക്ക് പോയി. വീട്ടിലേക്ക് വരുമ്പോൾ പുറത്ത് തന്നെ ജോസ് ഈവൻസിൻ്റെ വണ്ടി കിടക്കുന്നു. എല്ലാം സെറ്റാക്കാനേ നമ്മുടെ ടീം വന്നതാ. അകത്ത് കയറിയപ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് പണിയിൽ. ഇന്നെന്തൊക്കെയോ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഉണ്ടെന്നൊക്കെ ആരോ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ആരാന്ന് പറഞ്ഞില്ല. അച്ഛനമ്മയൊക്കെ ആരൊക്കെയോ കോളിംഗ് ആണ്. ഞങ്ങളുടെ കെട്ടിൻസ് ആണെങ്കിൽ പണിയെടുക്കുന്നവരുടെ പിറകെ പോയി അതൊക്കെ കുളമാക്കുവാൻ തോന്നുന്നു. നിഹാണേൽ വല്ല തമ്പുരാട്ടിമാരെ പോലെ ഒത്തു നടക്ക് കാലുമേ കാലും കയറ്റി വെച്ച് ഒരു കയ്യിൽ ജ്യൂസും മറ്റേ കയ്യിൽ ഫോണൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അല്ല, ഇതിനിടെ ലക്കുകുറിപ്പ് മിസ്സിംഗ് ആണല്ലോ. അത് വിചാരിച്ച് അവളെ തിരുമ്പിയാണ് റീമ എന്നെ തോണ്ടി സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തുള്ള സ്വിമ്മിങ്ങിലേക്ക് നോക്കാൻ പറഞ്ഞത്. നോക്കുമ്പോൾ എന്താ ആ കുറിപ്പ് പരിസരം പോലും മറന്ന് അന്തസ്സായിരുന്നു വായി നോക്കുന്ന ആരെ ജിതിനുമായി എന്തൊക്കെയോ സംസാരിക്കുന്ന പ്രണവിനെ. ഈ കോഴിക്കുഞ്ഞ് നമ്മുടെ വില കളയും. പോക്ക് ഭാബി അതിനെന്ന് പറഞ്ഞ് നന്ദു ഞങ്ങളെ കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു. ഷെടാ, എന്താ അടിപൊളി ചിരിയാ ഈ മനുഷ്യൻ്റെ. ഷോ, മുഖത്തൊന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. നിന്റെ ഇരിപ്പ് കണ്ട് ഞങ്ങൾക്ക് നിന്റെ മുഖത്തൊന്ന് കാലെടുക്കാനും തോന്നുന്നില്ല. അങ്ങനെ അക്ഷരര് കേട്ടതും അക്ഷര ചാടി എണീറ്റു. നിങ്ങളിപ്പോൾ വന്നു, നല്ല ക്ഷീണം ഉണ്ടാവില്ലേ? നിങ്ങൾ വേണേൽ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ, ഞാനിവിടെ ഇരുന്നോളാം. എന്തോ നല്ല പോസിറ്റീവ് വൈബാണ് ഇവിടെ. നിന്റെ വൈബ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അന്തസ് വേണോടി, അന്തസ്. അവനെ നിനക്കിഷ്ടമാണല്ലേ? ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് ചെന്ന് പറ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അല്ലാതെ ഇതൊരുമാതിരി ഒന്ന് പോയടി പെണ്ണെ അവിടുന്ന്. നീ അന്ന് ഇഷ്ടം പറഞ്ഞപ്പോൾ കളിയാക്കിയതാണോ അതോ ശരിക്കും പറഞ്ഞതാണോ എന്ന് ആദ്യമായിട്ടിന് മനസ്സിലാവാത്തതുകൊണ്ടാ? അല്ലെങ്കിൽ എപ്പോഴോ കരമടിച്ച് രസീത് കിട്ടി ബോധിച്ചേനെ. ദേ, അങ്ങനെ നീ എൻ്റെ ബ്രോനെ കുറ്റം പറയല്ലേ. ഞങ്ങളുടെ ദേവേട്ടനെ ലേശം ചൂടാവുന്നല്ലാതെ പെണ്ണുങ്ങളെ ദേഹോപദ്രവമൊന്നുമില്ല. അതെ, ആ ഒരു കാര്യത്തിൽ എനിക്ക് ത്രിമൂർത്തീസിനോട് ബഹുമാനമാണ്. ഇന്നേ വരെ അവരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കേണ്ടി വന്നിട്ടില്ല. ഓഹോ, ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്, നടപടി ഉണ്ടാക്കാം. ഇതൊക്കെ ഒന്നും കേട്ടാൽ മതി. അതെന്താ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ചെവിയടിച്ച് പോകുമോ? ഓ, ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ലേ എന്ന് കൈ തൊയ്ത് കൊട്ടിയിട്ട് അക്കു അവളോട് പണി കണ്ടിന്യൂ ചെയ്തു. അതിനെ ട്രോളാൻ വേണ്ടി ബാക്കി 4 കൂടെയും. പ്രണവിൻ്റെ പൂച്ചക്കണ്ണ് നോക്കിയേ, എവിടേക്കോ നമ്മുടെ ശിവയൊക്കെ ഇട്ട് കട്ടില്ലേ. പ്രണവ് ശിവയെ ആനികപ്പൊളി ആവുമല്ലേ? പ്രണവിനെ അടിമടി സ്കാൻ ചെയ്തിട്ട് അക്കു ചോദിച്ചതും എന്നാലും ഛർദ്ദിക്കും പോലെ എക്സ്പ്രഷൻ ഇട്ടു. ഇതെങ്ങനെ ആ നാക്കുലിൻ്റെയും ശ്രീബിചന്ദൻ്റെയും കേട്ടാൽ അവർ പോയി വല്ല തൂങ്ങിച്ചാവും. നീ അങ്ങനെ കൊച്ചാക്കലേ. പ്രേമിക്കുന്ന ടൈമിൽ കാക്കയെ കണ്ടാലും കരീന കപൂറാണെന്നേ തോന്നൂ എന്ന് ഏതോ മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്നും റിൻഷ കൂട്ടിച്ചേർത്തു. എന്നിട്ട് പോയെന്നടിയെല്ലാം. അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞ് അക്കു തിരിഞ്ഞിരുന്നതും 4 കൂടി അവളെ കളിയാക്കി ചിരിച്ചു. നിഹ, ഒന്നിങ്ങ് വന്നേ എന്നുള്ള റയാൻ്റെ സൗണ്ട് കേട്ടാണ് ചിരിയൊക്കെ നിന്നത്. അതോടെ ക്യാമറ നേരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. എന്തൊക്കെയോ 4 ത്രിമൂർത്തീസ നിഹ പറയുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ക്ലിയറായി കേൾക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റയാൻ അതിൻ്റെ വന്ന് നമ്മുടെ ഗേൾസിൻ്റെ ടീമിൻ്റെ നടുക്ക് കയറിയിരുന്നു. എന്താ റയാൻ അവിടെ പരിപാടി? ദേവൻ്റെയും കാശിയുടെയും ഷോൾഡറിൽ കയറ്റുണ്ട്. എന്തോ സംസാരിക്കുന്ന നിഹയെ കണ്ട് ദേഷ്യം കയറിയിരിക്കുകയാണ് അവരുടെ പത്നിമാർക്ക്. അതുകൊണ്ട് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി റീമിയെ നോക്കി കണ്ണുകൊണ്ട് ആക്ഷൻ കാട്ടിയതും ലെവൽ ചോദിച്ചു. ഓ അതോ, അവർ ഡെക്കറേഷനെ പറ്റി സംസാരിക്കുക. റീമിയുടെ മടിയിലേക്ക് തലയെടുത്ത് വെച്ചുകൊണ്ട് റയാൻ പറഞ്ഞു. അതെന്തിനാ അവളോട് സംസാരിക്കുന്നത്? ഇവിടെ ഇത്രയും പേരുണ്ടായിട്ട് അവളെ മാത്രമേ കിട്ടിയുള്ളൂ. നീ എന്താ ഉദ്ദേശിച്ചേ? അവളെന്തുദ്ദേശിച്ചാലും ചോദ്യത്തിന് മറുപടി പറ. ഇവിടെ വാടി പോലെ നിൽക്കുന്ന ഞങ്ങളെ മൈൻഡാക്കാതെ എന്തിനു ബർത്ത്ഡേകളായ ഇവളെ തിരിഞ്ഞ് നോക്കാണ്ട് അവളെന്തിനെ വിളിച്ചു? ഐ വോണ്ട് അഫോർഡ് ഇറ്റ്, ഐ വാണ്ട് അഡ്മിറ്റ് ഇറ്റ്, ഐ വിൽ അഫോർഡ് ഇറ്റ്. ചതിക്കാത്ത ചന്ത് ഫിലിമിൻ്റെ മുകളിൽ ഡാൻസ് മാസ്റ്റർ വിക്രം സർ ലാൽ ഡാൻസിൻ്റെ സ്റ്റെപ്പിനെ കുറ്റം പറയുമ്പോൾ ഡയലോഗാവൂലേ? അതാണിപ്പോൾ നടന്നത്. പാവം റയാൻ ഇതൊക്കെ കണ്ട് വിജൃംഭിച്ചിരിക്കുക. ശരിക്കും എന്താ നിൻ്റെയൊക്കെ പ്രശ്നം? നിങ്ങൾക്കത് മനസ്സിലാവില്ല ബ്രോ, നിങ്ങൾക്കത് മനസ്സിലാവില്ല. പറഞ്ഞാലെന്താ മനസ്സിലാവൂ? ഇല്ലയോന്ന് മനസ്സിലാവൂ? ഓ ഞാൻ പറയാം എന്താന്ന്. അങ്ങോട്ട് നോക്ക്. ആ ശ്രനുഭംഗി ഇവളുടെ സേനി മാമിൻ്റെയും അവളുടെ ആവിനിഷ് സേവിൻ്റെയും കൂടെ നിൽക്കുന്നതാണ് പ്രശ്നം. അക്ഷര നൈസായി ലീഫിനെയും തോർന്നുകൊണ്ട് കൊടുത്ത് പറഞ്ഞു കൊടുത്തതും റയുവിൻ്റെ ഉള്ള കിളികളൊക്കെ പൊട്ടിക്കിടക്കി എടുത്ത് ഫ്ലൈ ചെയ്തു. ആരാന്ന്? പാവൊന്നും മനസ്സിലാവാതെ പിന്നെയും ചോദിച്ചു. ഇത് തന്നെ പറഞ്ഞ് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന്. ഈ ഫീല് മനസ്സിലാവണേലേ ബായിൻ്റെ ജെനിഫർ വിങ്കറിൻ്റെ അടുത്തൊരു കുശാൽ തണ്ടർ വരണം. അപ്പം മനസ്സിലാവും ഞങ്ങളുടെ ഫീല്. കുശാൽ തണ്ടറാണോ? നന്ദു റയാനെ തിരുത്തി കൊടുത്തു. നിനക്കൊക്കെ നല്ല ഷോക്ക് കിട്ടാത്തതിന് കുറവാണ്. ഞാൻ പോണു പുല്ല്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്കും മട്ടാവും. അതും പറഞ്ഞ് റയാൻ എണീറ്റ് പോയി. അതോടെ വീണ്ടും ക്യാം നേരത്തെ എടുത്തോട്ട് ഫോക്കസ് ചെയ്തു. സംസാരിച്ച് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന നിഹയെ അത് കണ്ട് 2 പേര് ഇവിടെ ആശ്വസിച്ചതും പിറകിൽ വെച്ചിരുന്ന് പേട്ടയിൽ തട്ടി നിഹ പിറകിലേക്ക് പോകാൻ നിന്നതും ദേവനും കാശും ഒരേ സമയം അവളെ വീയാണ്ട് പിടിച്ചു നിർത്തി. ആഹാ, അന്തസ്.
ആദ്യമായിട്ട് അവർ പെണ്ണ് രണ്ടുപേരുടെയും കൈക്കെടുത്ത് രണ്ടിനെയും മാറി മാറി കണ്ണും നോക്കുന്നത്. അക്കുവിൻ്റെ വക ഡയലോഗ് വന്നതും ശ്രുതി റീഷ ഒരേ സമയം അവളുടെ കാലങ്ങ് ചവിട്ടി ചമ്മന്തിയാക്കി. ബാബീസ്, നിങ്ങൾ പേടിക്കണം. ഈ നിഹച്ചിയുടെ അമ്മ പണ്ടേ ആദ്യേട്ടനെ നിഹച്ചിനെ ഒന്നും കൂട്ടിമുട്ടിക്കാൻ നോക്കിയിട്ടുള്ളതാ. ഹോ, അപ്പം ഞാൻ രക്ഷപ്പെട്ടു അല്ലേ? ഉവ്വ, കാശേട്ടനെ നിഹയും കെട്ടിച്ചാലെന്നുള്ള പ്ലാൻ അച്ഛൻ പണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഇന്നലെ കൂടി അമ്മ പറഞ്ഞേ ഉള്ളൂ. നന്ദ കത്തിച്ച തീരി റീമ എണ്ണ ഒഴിച്ചു. ആ, നിങ്ങളിവിടെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നോ? അവിടെ പോയി ലെവൽ അതേ പോസാണ്. അക്കു ചവിട്ടി നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് നോക്കിയെങ്കിലും അത് കറക്റ്റ് കുറിക്കുകൊണ്ട് റിൻഷ അവളെ ഞാനിന്ന് ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ചാടി എണീറ്റു. ഷു, എനിക്ക് വയ്യ, ഫ്രീ ആയിട്ടൊരു തല്ല് കാണാം. എന്നാലും സത്യം പറഞ്ഞാൽ അവർക്ക് നിഹ നല്ല മാച്ചാണ് കേട്ടോ. അക്കു അഗെയിൻ ചൊറിയാൻ അടുത്തതിനെ കൂട്ടി എണീപ്പിച്ച് വിട്ടാൽ ഗംഭീരം അടി നടക്കുമെന്ന് വിചാരിച്ചാവും. ബട്ട് ശ്രുതിമോൾ ചിന്തിച്ചത് വേറെ വഴിയാണ്. കുറേ നേരമായി ഇവൾ ഞങ്ങൾക്കിട്ട് പണിയുന്നു, ഇപ്പം ശരിയാക്കി തരാവേ. അല്ലടാ, അത് വിട്. പ്രണവ് ആരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ്. ശിവായ്, നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അനികമോളൊന്നും ഇങ്ങോട്ട് നോക്കിക്കേ. നിൻ്റെ ശിവായ് ഉണ്ടല്ലോ, അങ്ങേരുടെ മല്ലികയാണ് ഇതാ ഇപ്പം ചാടിത്തുള്ളി പോയത്. ഓ, വാട്ട്, മല്ലികയോ? അതായത് യെസ് അത് തന്നെ. വേണേ റീമനോട് ചോദിച്ചു നോക്ക്. ഞങ്ങൾ ജോലിക്ക് കയറി കുറച്ച് 1 month ആകുന്നതിന് മുന്നേ ലെവൻ അവളെ കയറി പ്രപ്പോസ് ചെയ്തതാ. അതും അവൻ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. ആദ്യത്തെ നീ കാരണം ദേവേട്ടൻ ഒഴിച്ച് മയക്കടിച്ചില്ലേ, അത് കണ്ടിട്ട്. അത്രയും കേട്ടപ്പോൾ തന്നെ അക്കു ചാടി എണീറ്റു. പറഞ്ഞതൊക്കെ സത്യമാണോ? യശ്, അല്ല റീമയെന്ന് ചോദിച്ചപ്പോൾ റീമ അതേന്ന് തലയെട്ടി. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. അത് പറഞ്ഞ് അപ്പം തന്നെ അവൾ നേരെ പ്രണവിൻ്റെ അടുത്തേക്ക് വിട്ടു. ഭാബിയെ, പ്ലാനൊക്കെ കൊള്ളാം, അടിപൊളിയുണ്ട്. ബട്ട് ഇപ്പം അക്കു ചേച്ചി പോയി ബഹളം വെച്ചാലേ എല്ലാവരും കേൾക്കും. കാര്യം അവർ സെറ്റൊന്നും അല്ലായിരുന്നെങ്കിലും സ്വന്തം ഭാര്യയെ വേറൊരാൾ പ്രേമിച്ചത് കാര്യം പിന്നെയും ഓർമ്മ വന്നാൽ അല്ലേ? ആദ്യത്തെ ഇതെങ്ങാനും കേട്ട് കലിപ്പായ അത് കണ്ട് റീനിശേഷം അക്കു ചേച്ചിനെ പഞ്ഞിക്കിട്ടാൻ. അപ്പം നിങ്ങൾ രണ്ടും, ശ്രുതി റീമ, ഇപ്പം ഈ കാര്യം ഇളക്കിയതെന്നറിഞ്ഞാൽ എല്ലാവരും കൂടെ വന്ന് നിങ്ങളെ പഞ്ഞിക്കിട്ടില്ലേ? നന്ദു പറഞ്ഞത് കേട്ട് ശ്രുതിയും റീമയും ഞെട്ടി എണീറ്റു. പിടിയടി അവളെ. തുടരും ബാക്കി നാളെ. ബൈ.